പലരും കേൾക്കാത്ത, ബൈബിളിന്റെ ഭാഗമല്ലാത്ത, പക്ഷെ ചരിത്രത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അതാണ് ഈനോക്കിന്റെ പുസ്തകം. ഇന്ന് നമ്മൾ അതിലെ ഒരു ഇതിഹാസ കഥയിലേക്കാണ് പോകുന്നത്. മനുഷ്യരാശിയുടെ തുടക്കത്തിൽ നടന്ന ഒരു സ്വർഗീയ കലാപത്തിന്റെ കഥ, അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളുടെ കഥ. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ വളരെ നിഗൂഢമായ ഈ വാക്കുകളോടെയാണ്. ഇതൊരു പഴയ കഥ മാത്രമല്ല, ഇതെഴുതപ്പെട്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് ഈ പുസ്തകം തന്നെ പറയുന്നു. ഒരുപക്ഷേ നമുക്കു വേണ്ടി. ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈനോക്ക്, ഒരു നീതിമാനായ മനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവം ഒരു പ്രത്യേക കഴിവ് കൊടുത്തു. സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഒരു കാഴ്ച കാണാനുള്ള കഴിവ്. അതായത് വരാൻ പോകുന്ന ഒരു മഹാന്യായവിധിയുടെ ദർശനം. അതൊരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് സ്വർഗത്തിന്റെ തിരശ്ശീല നീക്കി കാണിച്ചുകൊടുത്ത ഒരു സത്യമായിരുന്നു. ആ ദർശനം ശരിക്കും ഭയാനകമായിരുന്നു. ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്ന ഒരു ദിവസം. പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകിപ്പോകുന്നു, ഭൂമി രണ്ടായി പിളരുന്നു, സകലതും നശിക്കുന്നു. ആ ദിവസം ദുഷ്ടന്മാർക്ക് സമ്പൂർണ്ണ നാശമായിരിക്കും, പക്ഷെ നീതിമാന്മാർക്ക് ശാശ്വതമായ സമാധാനവും. ഈ ഒരു പ്രവചനമാണ് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെയെല്ലാം അടിത്തറ. പക്ഷേ എന്തിനാണ് ഇത്രയും വലിയൊരു ന്യായവിധി? അതിന് കാരണമെന്തായിരുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം സ്വർഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വലിയ പാപത്തിന്റെ കഥയാണ്. ആ കഥയിലെ വില്ലന്മാരെ നമുക്ക് പരിചയപ്പെടാം. 200, അതെ, അതായിരുന്നു ആ സംഖ്യ. യാരേദിന്റെ കാലത്ത് തങ്ങളുടെ സ്വർഗീയ സ്ഥാനം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന മാലാഖമാരുടെ എണ്ണം. അവരെ കാവൽക്കാർ അല്ലെങ്കിൽ വാച്ചേഴ്സ് എന്ന് വിളിച്ചു. അപ്പോ ആരായിരുന്നു ഈ കാവൽക്കാർ? അവർ ശരിക്കും സ്വർഗത്തിലെ മാലാഖമാരായിരുന്നു. പക്ഷെ ഭൂമിയിലെ സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടപ്പോൾ അവർക്ക് മോഹമുണ്ടായി. തങ്ങളുടെ ദൈവീകമായ കടമകളെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായി എടുക്കാൻ അവർ തീരുമാനിച്ചു. അത് ദൈവീക നിയമത്തിന്റെ ഏറ്റവും വലിയൊരു ലംഘനമായിരുന്നു. അവരുടെ നേതാവായിരുന്നു സെംജാസ. അയാളുടെ നേതൃത്വത്തിൽ ഹെർമോൺ പർവ്വതത്തിൽ വെച്ച് അവർ ഒരുമിച്ച് ഒരു ശപഥമെടുത്തു. തങ്ങൾ ചെയ്യുന്നത് മാപ്പില്ലാത്ത പാപമാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും അവർ ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഇതൊരു വെറും തെറ്റായിരുന്നില്ല, ദൈവീക അധികാരത്തിനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു. ഈ കാവൽക്കാരുടെ പാപത്തിന്റെ ഫലമായി ഭൂമിയിൽ ഭയങ്കരമായ ഒന്നിന് ജന്മം നൽകി. സ്വർഗത്തിലോ ഭൂമിയിലോ പെടാത്ത ഒരു പുതിയ തരം ഭീമാകാരമായ ജീവിവർഗം. ഈ മാലാഖമാരും മനുഷ്യസ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ജനിച്ച ഭീമാകാരന്മാർ അഥവാ നെഫിലിം ഭൂമിയിൽ ഭീകരത വിതയ്ക്കാൻ തുടങ്ങി. ഈ പുസ്തകത്തിൽ പറയുന്നതുപോലെ അവർ ഒടുവിൽ മനുഷ്യർക്കെതിരെ തന്നെ തിരിഞ്ഞു, അവരെ തിന്നാൻ തുടങ്ങി. ഈ ഭീമാകാരന്മാർ മനുഷ്യരുണ്ടാക്കിയതെല്ലാം തിന്നു തീർത്തു. എന്നിട്ടും അവരുടെ വിശപ്പടങ്ങിയില്ല. അപ്പോൾ അവർ മനുഷ്യരെയും പക്ഷികളെയും മൃഗങ്ങളെയും, എന്തിന് വെള്ളത്തിലുള്ള മത്സ്യങ്ങളെ വരെയും വേട്ടയാടി തിന്നാൻ തുടങ്ങി. ഭൂമി ശരിക്കും രക്തം കൊണ്ട് നിറഞ്ഞൊരു യുദ്ധക്കളമായി മാറി. പക്ഷെ പ്രശ്നം അവിടെയും തീർന്നില്ല. ഈ കാവൽക്കാർ മനുഷ്യർക്ക് വിലക്കപ്പെട്ട പല അറിവുകളും പഠിപ്പിച്ചുകൊടുത്തു. അസാസീൽ എന്ന കാവൽക്കാരൻ യുദ്ധത്തിനുള്ള ആയുധങ്ങളുണ്ടാക്കാൻ പഠിപ്പിച്ചു. മറ്റു ചിലർ ആഭരണങ്ങളെക്കുറിച്ചും സൗന്ദര്യവർദ്ധക വിദ്യകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ചു. ഓരോ പുതിയ അറിവും ഭൂമിയെ കൂടുതൽ നാശത്തിലേക്കാണ് തള്ളിവിട്ടത്. ഭൂമിയിൽ ഈ കൊടും പീഡനം സഹിക്കാൻ വയ്യാതെയായപ്പോൾ മനുഷ്യരുടെ നിസ്സഹായമായ നിലവിളി ഒടുവിൽ സ്വർഗത്തിലെത്തി. സഹായത്തിനു വേണ്ടിയുള്ള ആ കരച്ചിൽ കേൾക്കപ്പെട്ടു. അതായിരുന്നു ആ നിമിഷമാണ് കഥയുടെ ഗതി മാറ്റിയത്. മനുഷ്യരുടെ ആ നിലവിളിക്ക് സ്വർഗം മറുപടി കൊടുത്തു. വീണുപോയ മാലാഖമാർക്കും അവരുടെ ഭീകരരായ മക്കൾക്കുമെതിരെ ദൈവിക ന്യായവിധി തുടങ്ങുകയായിരുന്നു. ഭൂമിയിലെ ഈ രക്തച്ചൊരിച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ 4 പ്രധാന ദൂതന്മാർ മിഖായേൽ, യൂറിയേൽ, റഫയേൽ, ഗബ്രിയേൽ ഇടപെടാൻ തീരുമാനിച്ചു. അവർ മനുഷ്യരുടെ ശബ്ദമായി ദൈവത്തിന്റെ മുന്നിൽ നിന്നു. കാവൽക്കാർ ചെയ്ത പാപങ്ങളെല്ലാം അവർ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞു. അതോടെ ദൈവിക വിധി പ്രഖ്യാപിക്കപ്പെട്ടു. ഒന്നാമതായി, ഭീമാകാരന്മാർ പരസ്പരം യുദ്ധം ചെയ്ത് സ്വയം നശിക്കും. രണ്ടാമതായി, വിലക്കപ്പെട്ട അറിവുകൾ പഠിപ്പിച്ച അസാസേലിനെ ചങ്ങലക്കെട്ട് കൂരിരുട്ടിലേക്കെറിയും. മൂന്നാമതായി, അവരുടെ നേതാവായ സെംജാസിയേലും കൂട്ടാളികളെയും ന്യായവിധിയുടെ ദിവസം വരെ ഭൂമിയുടെ ആഴങ്ങളിൽ ബന്ധനസ്ഥരാക്കും. ഓരോ പാപത്തിനും കൃത്യമായ ശിക്ഷ. എന്നാൽ ഈ കഥ ഇവിടെ ശിക്ഷയിൽ അവസാനിക്കുന്നില്ല. ഈ വലിയ പാപങ്ങളുടെ ചാരത്തിൽ നിന്ന് ഭൂമിയെ ശുദ്ധീകരിച്ച് ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ള ഒരു ദൈവീക പദ്ധതിയും തയ്യാറായിരുന്നു.
ഭൂമിയെ ഈ പാപങ്ങളിൽ നിന്നെല്ലാം കഴുകി ശുദ്ധീകരിക്കാൻ ദൈവം ഒരു മഹാപ്രളയമയക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് ഈനോക്കിന്റെ പുസ്തകം നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള നോഹയുടെ പെട്ടകത്തിന്റെ കഥയുമായി ബന്ധപ്പെടുന്നത്. ആ പ്രളയത്തിൽ നിന്ന് മനുഷ്യരാശിയുടെ ഒരു പുതിയ തളിർപ്പിനെ രക്ഷിക്കാൻ വേണ്ടി നീതിമാനായ നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. പ്രളയത്തിനും ന്യായവിധിക്കും ശേഷം തിന്മകളൊന്നുമില്ലാത്ത ഒരു പുതിയ ലോകം വാഗ്ദാനം ചെയ്യപ്പെട്ടു. അവിടെ നീതിമാന്മാർ സമാധാനത്തിലും സമൃദ്ധിയിലും ജീവിക്കും. അടിച്ചമർത്തലില്ല, പാപമില്ല, ദീർഘായുസ്സും സന്തോഷവും നിറഞ്ഞ ഒരു ലോകം. അന്ധകാരത്തിനു ശേഷമുള്ള ഈ പ്രകാശത്തിന്റെ വാഗ്ദാനമാണ് ഈ കഥയ്ക്ക് പ്രതീക്ഷ നൽകുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇനോക്കിന്റെ പുസ്തകത്തിലെ ഈ ഭാഗം ഒരു സമ്പൂർണ്ണ ഇതിഹാസമാണ്. സ്വർഗത്തിൽ തുടങ്ങിയ ഒരു കലാപം, ഭൂമിയിൽ അത് വരുത്തിവെച്ച ഭീകരമായ പ്രത്യാഘാതങ്ങൾ, ഒടുവിൽ ദൈവിക നീതിയിലൂടെയുള്ളൊരു ശുദ്ധീകരണം, പിന്നൊരു പുതിയ ലോകത്തിന്റെ വാഗ്ദാനം. ഈ ഇതിഹാസകഥ പല ഔദ്യോഗിക മതഗ്രന്ഥങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും ഈ വീണ്ടുപോയ മാലാഖമാരുടെയും നന്മയും തിന്മയും തമ്മിലുള്ള ഈ വലിയ യുദ്ധത്തിന്റെയും ആശയങ്ങൾ നമ്മുടെ സിനിമകളിലും പുസ്തകങ്ങളിലും സംസ്കാരത്തിലുമൊക്കെ ഇന്നും എത്ര ശക്തമായി നിലനിൽക്കുന്നു അല്ലേ? അധികാരത്തോടും പ്രലോഭനങ്ങളോടുമുള്ള ഈ പുരാതന പോരാട്ടത്തിന്റെ കഥ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും നമ്മളെ എന്തിനായിരിക്കും ഇത്രയധികം ആകർഷിക്കുന്നത്? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?